ഏവർക്കും വൃന്ദാവനത്തിന് യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിഷുഫലമാണ്. അപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്ത് ഫലമാണ് അനുഭവത്തിൽ വരിക, ഗുണമാണോ ദോഷമാണോ എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം മേടരാശിയിലാണ് ഇപ്പൊ വ്യാഴത്തിന്റെ സ്ഥിതി അല്ലേ. മെയ് 1 ശേഷം അത് എങ്ങോട്ടാവും? ഇടവൻ രാശിയിലേക്കാവും. അതുപോലെ തന്നെ ശനി എന്ന് പറയുന്നത് കുംഭൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ രാഹു മീനം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ഇപ്പൊ പൊതുവെ വിഷുഫലത്തിൽ മറ്റുള്ള ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടല്ലോ. ഒരു മേജർ ആയിട്ട് ട്രാൻസിറ്റ് ഇത് മൂന്നുമാണ്. അപ്പം നമുക്ക് അധികം താമസിക്കാതെ നമ്മുടെ വിഷുഫലത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. അടുത്ത ഇടവ രാശിയാണ്. ഇവർക്ക് ചെറിയ തരത്തിലുള്ള മടിക്കൊക്കെ തുടക്കം കുറിക്കുന്ന ഒരു ടൈം ആയിരിക്കും. തൊഴിൽ സംബന്ധമായി പോകുമ്പോഴായാലും തൊഴിലിന് പോകാൻ ചെറിയ മടി, അലസത, ഒരു പ്രൊജക്ട് വർക്ക് കയറി ദിവസം കൊണ്ട് തീർക്കേണ്ടതാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാനൊരു ഇച്ചിരി മടിയൊക്കെ വരാൻ ചാൻസ് കൂടുതലുള്ള ടൈമാണ്. അപ്പൊ ആ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. നമ്മുടെ മടി അല്ലേ, എല്ലാ കാര്യങ്ങൾക്കും ഒരു അലസത, മടിയൊക്കെ കൂടുതലായിട്ട് അനുഭവത്തിൽ വരുന്നതായിട്ട് കാണാറുണ്ട്. ഈ ഒരു വർഷം വരും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നിങ്ങൾ ആ മടിയൊക്കെ ഒന്ന് മാറ്റി നിർത്തുന്നത് ഉത്തമമായിരിക്കും. നിങ്ങളുടെ തൊഴിൽ സംബന്ധമായ വിജയത്തിനും മറ്റു പുരോഗതികൾക്കൊക്കെ നമുക്ക് മടി ഒരിക്കലും ഒരു തടസ്സമായി മാറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ വരാൻ ചാൻസ് കൂടുതലാണ്. ടെൻഷൻ, സ്ട്രെസ് ഒക്കെ നമുക്ക് എന്തായാലും കൂടുതലായിട്ടും വർദ്ധിക്കാൻ ചാൻസ് കൂടുതലുള്ള ടൈമാണ്. നമുക്ക് ചില മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ വരാൻ ചാൻസ് ഉള്ള സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ടും ട്രാൻസ്ഫർ അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രത്യേകമായിട്ടൊന്ന് വായിച്ച് നോക്കിയ ശേഷം മാത്രം ഡോക്യുമെന്റ് കാര്യങ്ങളിലേക്ക് സൈൻ ചെയ്യാൻ പോവുക. അതിന് മുമ്പ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് 1 അല്ല 10 തവണ ചിന്തിച്ച ശേഷം മാത്രം ഓരോ ഡോക്യുമെന്റും വായിച്ച് അത്ര സൂക്ഷ്മമായി പരിശോധിച്ച് മാത്രം സൈൻ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ലൈഫ് പാർട്ണറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണം. നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യണം. കമ്മ്യൂണിക്കേഷന്റെ ബിൽഡ് കുറവ് കാരണം നമ്മുടെ ദാമ്പത്യ ബന്ധമൊക്കെ എന്താ തകർച്ചയിലേക്കൊക്കെ പോവാൻ ചാൻസ് ഉള്ള സമയമാണ്. സോ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ബി പ്രോപ്പർ ആയിരിക്കണം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് വാക്കുകളൊക്കെ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം പോവുക. ദേഷ്യപ്പെട്ട ഓരോന്നും പറയാതെയും അതുപോലെ തന്നെ അനാവശ്യമായിട്ട് കാര്യങ്ങൾക്ക് പോയി വാക്ക് കൊടുക്കാതെയും ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വാക്ക് സ്ഥാനം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ടൈമാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. വാഹന സംബന്ധമായിട്ടും കാര്യങ്ങളിലൊക്കെ ചെറിയ ശ്രദ്ധ വെക്കുന്നത് ഉത്തമമാണ്. വാഹനം വാങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വാഹന യോഗമൊക്കെ ഉണ്ട്. അനുകൂലമായ സമയമാണ്. വാഹനം വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ്. സ്ഥലമാറ്റത്തിനൊക്കെ സാധ്യത കൂടുതൽ സമയമാണ്. അതേപോലെ തന്നെ സ്ഥലം മാറി താമസിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ, ഇപ്പം തങ്ങളുടെ സ്ഥലത്തൊരു സുഖമില്ല എന്നൊരു ഫീൽ ഉണ്ട്, നിങ്ങൾക്ക് വീട് മാറാനൊക്കെ ഒരു അവസരം, നല്ല ഭവന യോഗം ഒക്കെ പറയാവുന്നൊരു ടൈം തന്നെയാണ്. സ്ത്രീ പുരുഷന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ വേണം നമ്മൾ സംസാരിക്കാൻ. ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്ന ചതികളൊക്കെ പറ്റാൻ ചാൻസ് കൂടുതൽ വർഷം തന്നെയാണ് കേട്ടോ ഇടവക്കൂറുകാർക്ക്. ബിസിനസ് സംബന്ധമായിട്ട് പുരോഗതി എന്ന് പറയുന്നത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനത്തെ ഒരു മന്ദഗതിയിലുള്ള പുരോഗതി മാത്രമായിരിക്കും ബിസിനസ് സംബന്ധമായിട്ട് നോക്കുവാണെങ്കിൽ ഉണ്ടാവുക കേട്ടോ. അതുപോലെ തന്നെ പഠന സംബന്ധമായിട്ട് നോക്കുവാണെങ്കിൽ വിദ്യാർത്ഥികൾക്കായിട്ട് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് വേണം സ്റ്റഡി നോക്കാൻ. നിങ്ങളിപ്പം 2-3 കാര്യങ്ങൾ വേറെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒക്കെ ഒരു എബിലിറ്റി കുറഞ്ഞ് കുറച്ചുകൂടി നിങ്ങൾ ശ്രദ്ധ കൂടുതൽ എന്തിനു കൊടുക്കണം, പഠനത്തിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നൊരു സാഹചര്യം വന്നേക്കാം. സോ അങ്ങനെ പഠനത്തിന് മുൻതൂക്കം കൊടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്തൊരു കാര്യം തന്നെയായാലും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണോ അല്ലെ അറ്റൻഷൻ കൊടുക്കുന്നത് എന്തിനാണോ അതിനെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതല്ലാതെ ഒരു കാര്യം ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പായി കയറി വരാൻ സാധിക്കും. അല്ലാത്ത കാര്യങ്ങൾ എന്താവും, വീക്കാവാൻ ചാൻസ് കൂടുതലാണ്. 4 മൃഗങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം, നമ്മളൊന്ന് സൂക്ഷിക്കുന്ന ഉത്തമമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. ഇത്രയാണ് ഇടവക്കൂറുകാരുടെ ഫലം എന്ന് പറയുക. ഇത്രയാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം എന്ന് പറയുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോ നമ്മുടെ വാട്സപ്പിലോ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയായിട്ട് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളിപ്പം 20K കഴിഞ്ഞല്ലേ, നമ്മള് 25K എത്താൻ പോവാണ്.
സോ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അതുപോലെ തന്നെ വിഷുഫലത്തിൽ ഗുണദോഷ ഫലങ്ങളൊക്കെ ഉണ്ട്, ഗുണഫലങ്ങൾ ദോഷഫലങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. നല്ലത് ചെയ്താൽ നല്ലത് തന്നെ കിട്ടും. ബട്ട് അതിന് കുറച്ച് ഡിലേസ് ഒക്കെയാണ് ഇത് വരുത്താൻ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആത്മവിശ്വാസം കലയാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ആത്മവിശ്വാസം പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. നമ്മൾ എന്താണ് നമുക്ക് പൂർണ്ണമായിട്ടൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും കേട്ടോ. സോ നമ്മൾ എന്താണ് മനസ്സിലാക്കുക, നമ്മൾ ആരാണ് മനസ്സിലാക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക, നമുക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് മനസ്സിലാക്കുക. നമ്മളനുസരിച്ച് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. നമുക്ക് നല്ല രീതിയിലായിട്ടൊരു വിജയത്തിലേക്ക് ഫോക്കസ് ചെയ്യുക കേട്ടോ. നമുക്ക് എല്ലാവരും വിജയിക്കാൻ സാധിക്കുന്നേ. ഒത്തിരി ടെൻഷൻ അടിച്ച് നിങ്ങൾ അയ്യോ ഇത്ര കാലം മോശമായിരുന്നു, ഈ മോശം സമയമാണോ, ഇനിയിപ്പം ഉള്ള സമയം നല്ലതാണ്, ഇത്ര നാളും കുറച്ച് നാൾ നല്ലതായെങ്കിലും ചീത്ത ഫലങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ച് കൃത്യമായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് നോക്കി കാണുക.